ഗവൺമെന്റ് യു.പി. സ്കൂൾ മണിയാറിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് സ്കൂളിന്റെ ഡിജിറ്റൽ ലൈബ്രറി ശേഖരത്തിലേക്ക് ഒരു പുതിയ ഡോക്യുമെന്ററി സംഭാവന ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കേരളത്തിലെ പാരമ്പര്യ ഗ്രാമങ്ങളെക്കുറിച്ചുള്ള വിവരശേഖരണമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഇതിനായി ഞങ്ങൾ ആദ്യം തിരഞ്ഞെടുത്തത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള എന്ന ഗ്രാമമാണ്. പമ്പാ നദിയുടെ തീരത്തുള്ള നൂറ്റാണ്ടുകളുടെ സാംസ്കാരിക പൈതൃകം അവകാശപ്പെടാനാകുന്ന ഒരു പാരമ്പര്യ ഗ്രാമമാണ് ആറന്മുള. പമ്പയാറിന്റെ തീരത്തായതിനാൽ ആറിൻവിള എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് പിന്നീട് ആറന്മുള എന്ന പേരിലേക്ക് മാറിയത്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നായ പാർത്ഥസാരഥി ക്ഷേത്രം ആറന്മുളയിലാണ്. ആറന്മുള പള്ളിയോടങ്ങളും ഉത്രിട്ടാതി വള്ളംകളിയും ലോക പ്രശസ്തമാണ്. എന്നാൽ ഇവയൊന്നുമല്ലാതെ ഇന്ന് ആറന്മുളയെ പ്രശസ്തമാക്കുന്ന മറ്റൊരു ഉൽപ്പന്നമാണ് ആറന്മുള കണ്ണാടി. കണ്ണാടി എന്ന് പറയുന്നത് ഒരു ലോഹനിർമ്മിത കണ്ണാടിയാണ്. അത് ശരിക്കും പറയുകയാണെങ്കിൽ ടിൻ ആൻഡ് കോപ്പർ, ചെമ്പും വെളുത്തിയും ചെമ്പും കൂടി ചേർന്നൊരു അലോയിയാണ് ഇതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ആറന്മുളയിൽ ഇതിന് ഏതാണ്ട് ഒരു 300 വർഷക്കാലത്തെ ചരിത്രമുണ്ട്. എന്നാൽ ഭാരതത്തിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 2000-2500 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ ഇതേമാതിരി ലോഹ കണ്ണാടികൾ നിർമ്മിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ധാരാളം തെളിവുകളുണ്ട്. ആറന്മുളയിൽ ഇത് വരുന്നത് ശരിക്കും ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. ഏതാണ്ട് 300 വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ ശങ്കരൻകോവിൽ എന്ന സ്ഥലത്ത് നിന്നും ഏതാനും ശില്പികളെ തിരുവിതാംകൂർ മഹാരാജാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ക്ഷണിച്ചു വരുത്തുകയും അവരെ ഈ മധ്യ തിരുവിതാംകൂറിലെ 8 ക്ഷേത്രങ്ങളുടെ പണികൾക്കായി നിയോഗിക്കുകയും ചെയ്തു. ആറന്മുള, ചെങ്ങന്നൂർ, പുലിയൂർ ഇങ്ങനെ വരുന്ന ഈ മധ്യ തിരുവിതാംകൂറിലെ 8 ക്ഷേത്രങ്ങളുടെ പണികൾക്കായിട്ട് അവരെ ഗ്രൂപ്പ് തിരിച്ചുവിടുകയും അതിലൊരു ഗ്രൂപ്പാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഇവരെ പണിയിൽ അലസരായി കാണുകയും അവർക്ക് കൊടുത്തിരുന്ന ഫിനാൻഷ്യലായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ആനുകൂല്യങ്ങൾ പിൻവലിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം അവരെ രാജാവിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി രാജാവിനൊരു വെങ്കല കിരീടം നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിക്കുക. അങ്ങനെ വെങ്കല കിരീടത്തിൻ്റെ ഫൈനൽ സ്റ്റേജ് വന്നപ്പോൾ നല്ല റിഫ്ലക്ഷനുള്ളതായി കാണുകയും അങ്ങനെ രാജാവിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം തന്നെ ഇത് കണ്ണാടി രൂപത്തിൽ ചെയ്യുകയും ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഹാരപ്പയിലും മോഹൻജിദാറയിലും ലോഹ കണ്ണാടികൾ നിർമ്മിച്ചിരുന്നു. ആറന്മുള കണ്ണാടി ഒരു ലോഹ കണ്ണാടിയാണ്. ചെമ്പും വെളുത്തിയും നിശ്ചിത അളവിൽ കൂട്ടിച്ചേർത്താണ് ഇത് നിർമ്മിക്കുന്നത്. ആറന്മുള കണ്ണാടി 300 വർഷത്തെ പാരമ്പര്യമാണ് ഉള്ളത്. ആദ്യകാലങ്ങളിൽ കുങ്കുമച്ചെപ്പായിട്ടാണ് ഇത് നിർമ്മിച്ചിരുന്നത്. പിന്നീട് വാൽക്കണ്ണാടി രൂപത്തിലേക്ക് മാറി. അഷ്ടമാംഗല്യത്തിൽ ഒന്നായാണ് ഇത് ഇന്നും കൂടുതൽ വിശിഷ്ടമാക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണ പ്രത്യേകത എന്ന് പറയുന്നത് മോൾഡിനകത്താണ് ഇത് കാസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇതാണ് അതിൻ്റെ മോൾഡ്. ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതേമാതിരിയുള്ള ഡിസ്കുകൾ ഉണ്ടാക്കുകയാണ്. അതായത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന മണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന ഡിസ്ക്കാണ്. ഇത് നല്ലപോലെ സ്റ്റേജ് ഇടുന്നവരെ ചുറ്റെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു സർഫസ് നല്ലപോലെ പോളിഷ് ചെയ്തെടുക്കും, നല്ല സ്മൂത്താക്കി എടുക്കും. എടുത്തതിന് ശേഷം അതിനും പ്രത്യേക മണ്ണാണ് ഉപയോഗിക്കുന്നത്. അതായത് ഫേസ് ടു ഫേസ് പൊസിഷനിൽ വെച്ചിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കും. അത് വാക്സ് കൊണ്ടാണ് ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തിട്ട് സാധാരണ നമ്മുടെ ഉരുളി വാർപ്പൊക്കെ എന്ന് പറയുന്നത് ക്രൂസിബിളിനകത്ത് ഉരുക്കിയെടുത്ത് ഒഴിക്കുകയാണ്. ഈ ക്രൂസിബിൾ ഇതിൽ തന്നെ അങ്ങ് അറ്റാച്ച് ചെയ്യും. അറ്റാച്ച് ചെയ്തിട്ട് ഇതിനകത്ത് ഈ ടിൻ ആൻഡ് കോപ്പർ കോമ്പിനേഷൻ ഇതാണ് അതിൻ്റെ അലോയ്. ഇത് ടിന്നും കോപ്പറും കൂടി ചേർന്നൊരു കോമ്പിനേഷനാണ്. ഇത് ഒരു ട്രഡീഷണൽ കോമ്പിനേഷനാണ്. ആ അലോയ് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അത് ടിന്നും കോപ്പറും നമ്മൾ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്ത് അലോയ് നമ്മൾ ഉരുക്കിയെടുക്കുകയാണ്. ഉരുക്കിയെടുത്തതിന് ശേഷം ഇതിനകത്ത് ഈ ക്രൂസിബിളിനകത്ത് നമ്മളത് ഫില്ല് ചെയ്യും. എത്ര വേണമെന്ന് വെച്ചാൽ
അതിനുശേഷം ആറന്മുള കണ്ണാടിയുടെ പ്രധാന പ്രത്യേകത അതിന്റെ മുൻ പ്രതലത്തിലാണ് പ്രതിബിംബം രൂപപ്പെടുന്നത് എന്നതാണ്. എന്നാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മെർക്കുറി കോട്ടഡ് ബെൽജിയം ഗ്ലാസുകളുടെ പുറകുഭാഗത്താണ് റിഫ്ലക്ഷൻ ഉള്ള സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. അതിനാൽ തന്നെ പിൻപ്രതലത്തിൽ പ്രകാശം പ്രതിപതിച്ച് തിരികെ നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോൾ ഗ്ലാസിലൂടെയും വായുവിലൂടെയും സഞ്ചരിക്കുന്ന പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കും. നമുക്ക് റിഫ്രാക്റ്റഡ് ഇമേജ് ആണ് ലഭിക്കുക. എന്നാൽ ആറന്മുള കണ്ണാടിയിൽ അപവർത്തിതമല്ലാത്ത പ്രതിബിംബം ലഭിക്കും. ഇന്ത്യയിൽ ഭൂപ്രദേശ സൂചിക പദവി അഥവാ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ലഭിച്ച രണ്ടാമത്തെ ഉൽപ്പന്നമാണ് ആറന്മുള കണ്ണാടി. ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ അഥവാ ഭൂപ്രദേശ സൂചിക അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. 1999 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഭൂപ്രദേശ സൂചിക എന്ന് പറയുന്ന ആ ഒരു ആക്ട് വരുന്നത്. അത് ആദ്യമായിട്ട് ഇത് ഡാർജിലിംഗ് ടീക്കാണ് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ കൊടുക്കുന്നത്. അങ്ങനെ രണ്ടാമത് ആറന്മുള കണ്ണാടിയാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ ജിഐ പ്രോഡക്റ്റാണ് ആറന്മുള കണ്ണാടി. കേരളത്തിലെ ആദ്യത്തെ ജിഐ പ്രോഡക്റ്റാണ് ആറന്മുള കണ്ണാടി. ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണത്തിൽ എന്തോ രഹസ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? ഇപ്പം ഈ കാസ്റ്റിംഗ് ഒക്കെ മിക്കവാറും രാത്രികാലങ്ങളിലായിരിക്കും. കാരണം ആറന്മുള കണ്ണാടി എന്ന് മാത്രമല്ല, ഉരുളി, വാർപ്പ് ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ സാധനങ്ങൾ എപ്പോഴും രാത്രികാലങ്ങളിലാണ് അതിൻ്റെ കാസ്റ്റിംഗ് നടക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ രാത്രികാലങ്ങളിലാകുമ്പോൾ അതിൻ്റെ ആ ഈ പഴുക്കുന്ന അവസ്ഥ, മോൾഡ് പഴുത്ത ആ ഒരവസ്ഥ, അതിനെ നമുക്ക് കൂൾ ചെയ്യുന്നത് കാണാൻ പറ്റും. രാത്രിയാകുമ്പോഴത്തേക്കും നമുക്കത് കാണാൻ പറ്റും എത്രമാത്രം അത് കൂളാക്കി കൊണ്ടുവരാമെന്നുള്ളത്. കാരണം ഈ കാസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഏത് സാധനം കാസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ കറക്റ്റായിട്ട് ഇപ്പോൾ 1000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഏകദേശം അതിൻ്റെ വരുന്നത്, അതിനെ ഡൗൺ ആക്കി എടുത്ത് വെച്ച് നമുക്കത് കാസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അത് ഒരുപാട് ഡാമേജുകൾ വരും. ആ രീതിയിൽ രാത്രികാലങ്ങളിൽ നിർമ്മിച്ചിരുന്നതുകൊണ്ടാണ് ഇതിനെല്ലാം രഹസ്യ സ്വഭാവം ഉണ്ടെന്നുള്ളൊരു പറച്ചിലുണ്ടായത്. പാരമ്പര്യ ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്താനുള്ള ഞങ്ങളുടെ ശ്രമമാണിത്. പിന്തുണച്ച എല്ലാവർക്കും നന്ദിപൂർവ്വം സമർപ്പിക്കുന്നു.